Hello friends, welcome to Amy's vlog. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് കുറുമയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും വെള്ളയപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 4 കോഴിമുട്ട വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്കായിട്ട് ഞാൻ 1/2 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ചെറിയ ജീരകമല്ല വലിയ ജീരകം 1/2 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാടായാലും തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. ഇനി ഇതിലേക്ക് ഒരു 3-4 അണ്ടിപ്പരിപ്പ് കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തേങ്ങ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി. ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ്. വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതി. അതൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകിൻ്റെയും നേരത്തെ ചേർത്ത ആ കുരുമുളകിൻ്റെയും എരിവ് മാത്രമേ കറിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എരിവ് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു പകുതി തക്കാളി ഇതിൽ ചേർത്തിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ വെള്ളം കുറച്ചാണ് അരച്ചിട്ടുള്ളത്. അതുകൊണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയുടെ ഗ്രേവി നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ആദ്യം ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് പിന്നെ ആവശ്യം എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി കുറുകും. അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 4 മുട്ട കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച ശേഷം നമുക്ക് മുട്ട ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരന്ന പാത്രം തന്നെ എടുക്കണം. അതും കഴിയുമെങ്കിൽ നോൺ സ്റ്റിക്ക് തന്നെ എടുക്കാൻ നോക്കണം. സ്റ്റീൽ പാത്രമോ അലൂമിനിയം പാത്രമോ വല്ലതും ആണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നോൺ സ്റ്റിക്ക് ആകുമ്പം ആ കുഴപ്പമില്ല. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഓരോന്നും ഓരോ സ്ഥലത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൊട്ടിച്ചൊഴിക്കാൻ ശ്രദ്ധിക്കണം. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒരു കാരണവശാലും ഒഴിക്കരുത്. അതുപോലെ തന്നെ മുട്ട ഒഴിച്ച ശേഷം കറി ഇളക്കുകയും ചെയ്യരുത്. ഇളക്കി കഴിഞ്ഞാൽ മുട്ട കലങ്ങി പോകും. ആ മുട്ട അങ്ങനെ തന്നെ കുക്കായി കിട്ടണം നമുക്ക്. മുട്ടയെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ടയൊന്ന് കുക്കായ ശേഷം മാത്രം നമുക്ക് ആ മുട്ടയൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മുട്ട കുക്കായി കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊന്ന് ഇളക്കി ഇട്ട ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കറിയെല്ലാം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇനി വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.